അപ്പാ അസ്സലാമലൈക്കും. അതെ പാപ്പാ. കൊറേ കാലായി ഈ വഴിക്കൊക്കെ വന്നിട്ട്. ഒന്നും പറയണ്ട പാപ്പ, ഓരോരോ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളായിട്ട് നേരം കിട്ടണ്ടേ. മക്കൾക്ക് ആരും ഇപ്പൊ നേരം കിട്ടൂല, ഉണ്ടാവൂല. ഞാൻ പറഞ്ഞ പഠിപ്പിച്ച എന്താ പറയാ, പിന്നെ ഞാൻ എന്നോട് വരാൻ പറഞ്ഞതേ നിന്റെ കഥ ഇവിടെ കഴിക്കാൻ എന്നാ നാളെ ഇരിക്കാണ്. അതിന് പോകുമ്പോ ഇന്റെ സമ്പാദ്യമൊക്കെ പാടാ ഞാൻ നമ്മളെ പഞ്ചായത്തിൽ ഒരു കരുത്തിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ 3 ലക്ഷം അത് അനക്കുള്ളതാണ്, ഇജ്ജ് എടുത്തോണ്ട്. ആയിക്കോട്ടെ പാപ്പ, സന്തോഷം. നിങ്ങൾ കഞ്ഞി കുടിച്ചോ, മരുന്ന് കുടിച്ചോ നിങ്ങൾക്ക്? അതൊന്നും വേണ്ട, ഇതിപ്പോ 5-6 മാസം കഴിഞ്ഞിട്ട് വരുന്നല്ലേ. ഇജ്ജ് പോകുമ്പോ എന്നെ എന്തോരം അന്തക്കുട്ടി ഉണ്ട്, ഓരോടെ നിങ്ങൾ വരാം. ആയിക്കോട്ടെ പാപ്പ. ബാപ്പാ ബാപ്പേ ബാപ്പാ, എന്നോട് വരാൻ പറഞ്ഞു. എനിക്ക് നിങ്ങളെ മക്കളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. ആയിക്കോട്ടെ. എന്ത് എന്തപ്പോ എന്നാ വർത്താനൊക്കെ? സുഖാണ്. ഞങ്ങളൊന്നും ഈ വഴിക്ക് കാണില്ല. അങ്ങനെ ഒരു ബാപ്പ ഉണ്ടെന്നുള്ള എല്ലാ വിചാരം ഉണ്ടോ എനിക്ക്? ഓരോരോ ചുറ്റുപാടായിട്ട് വരാൻ പറ്റാത്താണ് ബാപ്പാ. നിനക്ക് വലിയ ചുറ്റുപാടുണ്ടായിരിക്കും. അതായിക്കോട്ടെ, അന്നപ്പഴം പൊട്ടിച്ചായി എന്നോട് ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചാണ്. ആയിക്കോട്ടെ. അതിൻ്റെ പിന്നെ ഇന്റെ കാലം ഇവിടെ കച്ചവടം ഞാൻ എന്നോ നടത്തിട്ടിരിക്കുകയാണ്. ഇന്റെ സമ്പാദ്യമൊക്കെ പാടാം ഞാൻ നമ്മളെ പത്തായത്തിൽ ഒരു കരുത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഭരണ എനിക്കുള്ളതാണ്, ഇത് എടുത്തുകൊണ്ടത്. ആയിക്കോട്ടെ പാപ്പാ. അല്ല അപ്പ അതൊക്കെ നമുക്ക് അങ്ങനെ ചെജ്ജ. പാപ്പാക്ക് വെജ്ജല്ലേ, പാപ്പാക്ക് ഇനി എന്തേലും കൊണ്ടുവരണ നല്ല കോരസാരി എന്തേലും കൊണ്ടുവരണ. ഇനിയിപ്പോ കോരാതി ഒന്നും വേണ്ട, ഉള്ള കോരാതി വേണ്ട പോയിക്കോട്ടെ. വല്ല മണി പറഞ്ഞോണ്ടി. ഇതേ ഇയാൾ പോകുമ്പോഴേ എന്നെ എന്തോളം അസ്തക്കുട്ടിയോടൊന്നും വിടാൻ വരാം. ആയിക്കോട്ടെ പാപ്പാ, ഞാൻ പറഞ്ഞോളാം. പാപ്പാ, നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞു നാംസാപ്പിനോട്, അതെന്തേ? അതൊക്കെ ഉണ്ടാക്കി കയറേ. അന്നെ ഞാൻ പഠിപ്പിച്ചതേ ഒരു കാര്യം പെട്ടാൽ വിവരം പറയാം. അതായത് ഇന്റെ കാലവിടെ കച്ചാറൊക്കെ ഞാൻ എന്താ നാളെ പിന്നെ ബാപ്പാടെ കുറച്ച് സമ്പാദ്യമാണ്. അത് പത്തായത്തില് ഞാൻ വലിയൊരു കരുത്തിലാക്കി. അത് എനിക്കുള്ള എന്റെ ഇളയ മോനെ അത് എനിക്കുള്ള എന്റെ കാലശേഷം വിദ്യാഭ്യാസക്കൊണ്ട്. എന്നായിക്കോട്ടെ ബാപ്പ. ബാപ്പ അത് എനിക്കൊറ്റക്ക? അത് ബാപ്പാടെ കുട്ടി ഒറ്റക്കനെ എടുത്തോളൂ, അത് വേറെ ആർക്കും കൊടുക്കണ്ട. ഇന്നാ ഞാൻ പോട്ടെ ബാപ്പ. പോയിക്കാ, നിൽക്കാൻ നേരമില്ലല്ല. ഇല്ലേ അതാണ് അത് ബാപ്പാക്ക് ആവശ്യമുള്ള. ഞാൻ മൂത്ത മോനാണ്, ഇന്നോടാണ് പാപ്പ പറഞ്ഞത്. ഞാനാണ് ഇത് ഞാനാ മൂത്ത മോനെ. മൂത്ത മോൻ ഞാനല്ലേ ബാപ്പ, എനിക്ക് അർപ്പിച്ചാണ്. മോനല്ല ഞാനാണ് ഇവിടെ കാട്ടി കാണിങ്ങള്. റബ്ബുല്ലാലമീനായ തമ്പുരാനെ, വെറ്റങ്ങളെ ബാപ്പ മരിച്ചിട്ട് 3-4 ദിവസമായിട്ടുള്ളല്ലോ. ദത്തേർക്കൊപ്പം വെറ്റങ്ങളെ കൂടി തിരക്കൂടിന് കാലം പിടിച്ചേക്കാണല്ലോ. ഓയ് ഏയ് ദത്താടിയത് പരിപാടി കാണിച്ചോട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. ആഹാ, അങ്ങനെ വിട്ടാ പറ്റോ? ഇങ്ങോട്ട് വരി.
ആ അപ്പൊ ബാപ്പാന്റെ കലത്തിലാക്കി വെച്ച് വാപ്പാൻ സമ്പാദ്യം കലത്തിലാക്കി വെച്ചതാണ്. ആ ഇങ്ങോട്ടും എല്ലാരോടും എടുക്കാൻ അതെ, അത് ഞാനും അറിയില്ല. എല്ലാരോടും എടുക്കാം. ഇന്നോടാണ് മൂത്ത മോനെ എന്നോടാണ് പറഞ്ഞത്. ഒസിയത്ത് പറഞ്ഞത് വെച്ചാൽ നേരത്തെ എന്ത് മൂന്നാം മക്കള് സമ്പാദ്യമൊക്കെ ഉള്ളത് ആയിക്കോട്ടെ. നിങ്ങൾ കുട്ടിയെ ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. കാലത്തൊന്നും ബാപ്പാനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ നോക്കിന്ന്. നിങ്ങളാരും നോക്കിയിട്ടില്ല. മുണ്ടല്ലാന്ന് പറഞ്ഞാല് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഉണ്ടാതെ നിക്കി. നിങ്ങൾ ആരും ബാപ്പാനെ നോക്കിയിട്ടില്ല. അതൊക്കെ എനിക്കറിയാം. എന്നാലും ബാപ്പ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചേക്കണ്. ഞാൻ അതിനൊരു പരിഹാരം പറഞ്ഞു. ഈ കാലത്തിൽ നേരത്തെ സ്വർണ്ണാവും. അതിപ്പോ ഈ ആമക്കിങ്ങൾ മക്കൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ മൂല്യർക്കും കിട്ടണം. അതിനിപ്പോ ഒരു പണിയുണ്ട്. ഇത് ഞാൻ ഈ കലം തലയിൽ ഏറ്റി നിൽക്കും. മനസ്സിലായിക്കണം. തലയിൽ ഏറ്റി പറഞ്ഞൂടെ. ഇളയ മോന് അതൊന്നും നടക്കൂല മോലേരെ. ഒരിക്കലും നടക്കൂല. പറയുന്നത് പറയട്ടെ. ഞാൻ ഇത് തലയിൽ കയറ്റി നടുവില് നിൽക്കും. ഇങ്ങളൊക്കെ ഇങ്ങളെ മടി ഇങ്ങനെ പിടിച്ചു നിക്കുക. അയ്യോ എന്റെ മടി പിടിച്ചു നിക്കുക. ആയിക്കോട്ടെ. ഇത് ഈ ഇളയ മോനൊരു വടി എടുത്തിട്ട് ഈ കലത്തിന് അടിച്ചണം. അടിച്ച് പൊട്ടുമ്പോ ആ പൊട്ടിട്ട് എന്റെ തുണിക്ക് വീണതൊക്കെ എനിക്ക്, ഓന്റെ തുണിക്ക് വീണതൊക്കെ ഓനക്ക്, അനക്ക് ഈ താഴത്ത് വീണതൊക്കെ എനിക്ക്, മോലിയരെ മേത്തുള്ളതൊക്കെ മോലിയർക്കും. അല്ല അത് നടക്കണം. മോലിയർക്ക് മോലേര് മേത്ത് നിൽക്കുന്ന മോലേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? മധ്യസ്ഥം വഹിക്കണ മോലിയർക്ക് എന്തെങ്കിലും വേണ്ടേ സഹോദരാ? എന്നാ ആയിക്കോട്ടെ. പൊട്ടിച്ചാന് പൊട്ടിച്ച്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ. മോനെ നോക്കി അടിച്ചണം. മോലിയരെ തലക്കടിച്ചരുത് കേട്ടോ. കലത്തിന് അടിച്ചണം കേട്ടോ. മോലിയർക്ക് ആകെ ഒരു തല ഉള്ളൂ. നിങ്ങളെ തന്ത തൂറിക്കാണ്ട് കുറത്തിലാക്കി വെച്ചതാണോ പഹര എന്നെ കൊണ്ട് കുടിപ്പിച്ചത്? തന്ത അറിയില്ല. മക്കൾക്ക് പണിത് എത്ര കൊല്ലത്ത് തീർക്കാനാവാ ജന്മത്തിൽ തക്കേ പറച്ചോനെ എനിക്ക് കാട്ടാ. 2-3 മൗലൂദുള്ളതാണിത്. ഹലോ, സൂപ്പർ മാർക്കറ്റ് അല്ലേ? സൂപ്പർ മാർക്കറ്റ് ആണ്. അവിടെ ഉള്ളിടത്തോളം സോപ്പൊക്കെ ഉണ്ട് കൊടുത്തയച്ചൂട്ടാ. അവിടെ ബിരുന്നും തക്കാരൊന്നുമല്ല, ഇത് കുളിച്ചാൻ തന്നെയാണ്. അതൊക്കെ കൊടുത്തയച്ചൂട്ടാ. അതൊക്കെ ഞാൻ പറയാം. പിന്നെ അവിടെ അത്തറുണ്ടാ? അത്തനല്ല, അത്തറ്. അവിടെ ഉള്ളോട്ടുള്ള അത്രക്കെ ഉണ്ട് കൊടുത്തയച്ചോ. കായ് എത്രയായാലും ഞാൻ തരാം. അത്തറിൽ കുളിച്ചാനാണെന്നോ? അത്തറിലല്ല, ഖത്തർ പോയി കുളിച്ചാലും ശരിയാവില്ല. മക്കളെ പാപ്പാനെ നോക്കാത്തതിന് പാപ്പ കൊടുത്ത പനിയാ. പക്ഷെ മൂലിയേര് പതി പൊരുമപ്പെട്ടല്ലോ. കിട്ടാനേ ആക്കാന്ന് തോന്നിയത്.哎呦我的妈